അമ്മമാർ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം 4-ാം തരം തുല്യതയിലേക്ക് ഏറ്റവും താഴെ തട്ടിലെ അമ്മമാർ, പ്രത്യേകിച്ച് പ്രായമായ അമ്മമാർക്ക് പേരെഴുതി ഒപ്പിടുക എന്നുള്ള ഒരു വലിയ ആഗ്രഹം പൂർത്തിയാക്കാൻ ജ്യോതിർഗമയ പദ്ധതി, അത് ഓരോ പ്രദേശങ്ങളിൽ അമ്മമാർക്ക് പഠിക്കാൻ കഴിയുന്ന അങ്കണവാടി കേന്ദ്രങ്ങൾ, മദ്രസകൾ, സ്കൂളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വീട്ടിൻ്റെ മുറ്റത്ത്, ക്ലബ്ബുകളിലൊക്കെ വൈകുന്നേരം ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ എന്താ പറയുക, വീട്ടുപണിക്ക് പോകുന്നവരും പാടത്തും പറമ്പിലുമൊക്കെ ഞാറ് നടാനും കളപറിക്കാനും അങ്ങനെയൊക്കെ പോകുന്ന അമ്മമാർ വൈകുന്നേരം വന്നിരുന്ന് അവരെഴുതാനും പേരെഴുതി ഒപ്പിടാനും പഠിച്ച ജ്യോതിർഗമയ പ്രോജക്റ്റ്. അപ്പോൾ അതൊക്കെ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. സ്ത്രീധനരഹിത ഗ്രാമം എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് നിലമ്പൂര് ഗ്രാമം. അപ്പോൾ അങ്ങനെ ആ പ്രോജക്റ്റ്, കാരണം സ്ത്രീധനത്തിനെതിരായി എത്രയോ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രയാസം അനുഭവിച്ചപ്പം മൈസൂരിലേക്ക് ഏറ്റവും കുറഞ്ഞ സ്ത്രീധനത്തിനൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മൈസൂരിലെത്തി അവരൊരു കുട്ടിയും 2 കുട്ടികളൊക്കെയായി അവർ ഉപേക്ഷിക്കപ്പെട്ടിട്ട് അവർ തിരികെ വീടുകളിലേക്ക് വരും. അപ്പോൾ അതിൽ നിന്നാണ് സ്ത്രീധനരഹിത ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായത്. അതിനുശേഷം അവർക്ക് വേണ്ടി ആ തിരികെ വന്നിരിക്കുന്ന അമ്മമാർ, അവർ 10-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8-ലോ 9-ലൊക്കെ പഠിക്കുമ്പോഴാണ് ശൈശവ വിവാഹമായിട്ട് പോയിരുന്നവരാണ്. തിരികെ വന്നപ്പോൾ അവർക്ക് എന്ത് പഠിക്കണം എന്നാലോചിച്ചതിൽ നിന്നാണ് ഗ്രാമപഞ്ചായത്ത് വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജ്, അതിൽ ഫാഷൻ ഡിസൈനിങ് തുടങ്ങി ഒരുപാട് കോഴ്സുകൾ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജ്. ഇപ്പോഴും ആ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്.